ഇന്നല്ലാഹ ജഅല ദുല്ലിയത കുല്ലി നബിയ്യിൻ മിൻ സുൽബിഹി. തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. തോന്നിയത് വിളിച്ചു പറയും പലരും. തോന്നിയത് ഇപ്പൊ ഈ ആഴ്ച മൗലവി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്റെ നിസ്കാരത്തിൽ തലമറക്കൽ സുന്നത്തില്ല. പിന്നെ എന്ത് പറയും? എന്റെ മുത്തുനബി പറഞ്ഞ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഒരു റക്അത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല തുറന്നിട്ടതായി ഒരു റക്അത്ത് നിസ്കരിച്ചത് ദുനിയാവിൽ തെളിയിക്കാൻ ഒരു വഹാബിക്കും സാധ്യമല്ല. ഒരു റക്അത്ത് നിസ്കാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു റക്അത്ത് നിസ്കാരം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല തുറന്നിട്ട് നിസ്കരിച്ചിട്ടില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ എങ്ങനെ നിസ്കരിക്കാനാ പറഞ്ഞേ? സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുർആനിൽ കണ്ടതുപോലെ എന്നല്ല, ഖുർആനിൽ കണ്ടതുപോലെ എന്നല്ല. പിന്നെ ഖുർആനിൽ നിങ്ങൾക്ക് പലതും കാണാം. നിങ്ങളെ വീക്ഷണം അനുസരിച്ച് നിങ്ങൾ നേര് കണ്ടോളന്നില്ല. പക്ഷേ ഞാനെന്നൊരു നേരുണ്ടല്ലോ, ലക്ഷക്കണക്കായ സ്വഹാബികൾ എന്നെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടതുപോലെ നിസ്കരിക്കുക. ഒരു റക്അത്ത് നിസ്കാരം 23 വയസ്സിന്റെ വർഷത്തിന്റെ ഉള്ളിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ ഒരു റക്അത്ത് നിസ്കാരം തല തുറന്നിട്ട് നിസ്കരിച്ചതായി ദുനിയാവിൽ ഒരാൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെ ഒന്നിരിക്കൽ യുവത്വത്തിന്റെ ചോരത്തളപ്പ്, അല്ലെങ്കിൽ കുരുത്തക്കേട്. ചോരത്തളപ്പാണെങ്കിൽ നാളെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കുരുത്തക്കേടാണെങ്കിൽ അള്ളാഹു ആയാലും അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതാ പറഞ്ഞത്, ഇത് സുന്നത്ത് മാറ്റുന്ന ആളുകൾ അംഗീകരിക്കേണ്ടതല്ലോ. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ സവാഇഖാണ്. ഇന്നല്ലാഹ ജഅല ദുരിയത കുല്ലി നബിയ്യിൻ ഫീ സുൽബി വജഅല ദുരിയതി ഫീ സുൽബി അലി ഇബ്നു അബി ത്വാലിബ്. എന്റെ മക്കളെ വജഅല ദുരിയതി, ഏത് നബിയുടെയും പരമ്പര ആ നബിയിൽ നിന്ന് തുടങ്ങും. എന്റെ പരമ്പരയെ പേറുന്നത് ആരാണ്? അലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇവിടെ എന്താണ് എന്റെ ആ വാദിൽ നബി അടക്കം കാരണം? ആ പരമ്പരനെ അലിയിലൂടെ വരാൻ പോണത്. നേരം വെളുക്കുന്നത് ഉറങ്ങാതെ നബിയാണ് ദ്വാരുന്നത്. എന്തുകൊണ്ട്? സയ്യിദ്നാ ജിബ്രീലും സയ്യിദ്നാ മീകായിലും ഉറക്കപ്പറ 70,000 മലക്കുകളും അവിടെ പരിസരത്ത് നിന്ന് ദ്വാരുന്നു നേരം വെളുക്കുന്നവരെ. എന്തിന്? ഇവരിലാണ് ഖിയാമത്ത് നാൾ വരെ ദീനുണ്ടാവുക, ഇവരിലൂടെയാണ് ദീനുണ്ടാവുക. ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം ഖുത്ബീങ്ങൾ ഇവരിലേ വരുള്ളൂ എന്നാ പ്രധാനപ്പെട്ട അഭിപ്രായം. ചില പണ്ഡിതന്മാർക്ക് ഖുത്ബീങ്ങൾ അല്ലാതെ വരുമെന്നും അഭിപ്രായമുണ്ട്. എന്നാൽ വലിയ ഭൂരിപക്ഷം നബിമാരുടെയും ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അഖ്താബ് വരുന്നത് ഇവർ വഴിയായിരിക്കും എന്നാണ്. ذهب قوم الى ان قطب الاولياء في كل زمن لا يكون الا من اهل بيت النبي المصطفى. ഖുത്ബീങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഖുത്ബീങ്ങൾ ഉണ്ടാവും. ആ ഖുത്ബീങ്ങൾ ആരിലൂടെ വരൂ? അഹ്ലു ബൈത്തിലൂടെ വരുള്ളൂ. ഈ സമുദായത്തിന്റെ നേതൃസ്ഥാനത്താണ്, ബാത്തിനായ ഉലൂമിലെ നേതൃസ്ഥാനത്താണ് ആര്? ഖുത്ബീങ്ങൾ. ഔലിയാക്കന്മാരുടെയും അതിന്റെ അപ്പുറത്തുള്ള ദർജ അതാണ് ഖുത്ബീങ്ങൾ. ഖുത്ബിൽ നിന്നാണ് ഓത്ത് ഉണ്ടാവുക. ഖുത്ബന്നെ അഹ്ലു ബൈത്താണെങ്കിൽ പിന്നെ ഓത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. മനസ്സിലായില്ല? ഖുത്ബ് എന്ന് പറഞ്ഞാല് അവർക്ക് തസറുഫിന് അധികാരം ഉണ്ടാവും. മഴ പെയ്യണമെന്ന് അവർ തോന്നിയാൽ മഴ പെയ്യും. അവര് മഴ പെയ്യണമെന്ന് തോന്നിയാൽ ആ മഴയും. നബിമാർ ആ സ്ഥാനത്താണ്. നബിമാർക്ക് മഴ പെയ്യാൻ തോന്നിയാൽ മഴ പെയ്യും, വെയിലറിക്കണം വെയിലറിക്കും. തസറുഫിന് അധികാരം ഉണ്ട് അവർക്ക്. അവർ വേറൊരു പടച്ചവനല്ല. അവർക്ക് വേണ്ടിയതെല്ലാം ആര് ചെയ്തു കൊടുക്കും? അവർക്ക് വേണ്ടിയതെല്ലാം അല്ലാഹു ചെയ്തു കൊടുക്കും. എന്നാൽ അവരെ കൊല ചെയ്യപ്പെട്ട സന്ദർഭം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇറാദത്വമായിരിക്കും. ആയിക്കോട്ടെ, പ്രയാസമൊക്കെ അവർ സഹിക്കും. എന്നിട്ട് അവരെ കൊല്ലലും നടക്കും. അതൊക്കെ അവരുദ്ദേശിക്കും. എന്നിട്ട് അപ്പൊ കത്തിയുടെ വേദന അനുഭവിക്കും. അതും അവരുദ്ദേശിക്കും. മനസ്സിലായില്ലേ? അവര് നേരെ എതിര് വിചാരിക്കൂല, അവരത് വിചാരിക്കും. അവരുടെ ഉള്ളിനുള്ളിൽ അതായിരിക്കും അവരുടെ വിചാരം. അത് നടക്കുകയും ചെയ്യും. അവർ വിചാരിച്ചൊക്കെ നടക്കും. അപ്പൊ ഇങ്ങനെ ഓരോ സമാനിലും ഖുത്ബീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനത്തെ മഹാന്മാരിൽ നിന്നല്ലേ എന്തൊക്കെ വന്നത്? ത്വരീഖത്തുകളൊക്കെ വന്നത് ഖുത്ബീങ്ങളും ഔസിങ്ങളിൽ നിന്നാണ്. ബഹുമാനപ്പെട്ട മഹാനായ ഖാദിരിയത്ത് ഖുത്ബായ ആരിൽ നിന്ന് വന്നതാണ്? അബ്ദുൽ ഖാദിർ ജീലാനി. വേറെ ഖുത്ബാണ് ആര്? സുൽത്താൻ ആരിഫീൻ അഹമ്മദ് അൽ കബീർ അൽ റിഫായി. അവരും ആരാണ്?
അഹ്ലുൽ ബൈത്താണ്, അബുൽ ഹസൻ ശാദുലി, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരെല്ലാം, ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി മിൻ അഹ്ലി ബൈത്ത് നബിയിൽ മുസ്തഫ, ഇങ്ങനെ ലോകം കണ്ടുപോയ മഹാന്മാരായ ഖുത്ബീങ്ങളൊക്കെ അവരിൽ നിന്ന് മുഅ്മിനീങ്ങളെ വഴി വന്നു. അവരുടെ ഹൃദയം ശുദ്ധീകരിക്കും ചെയ്തു. ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു. അവരെ കണ്ടാൽ തന്നെ ഹൃദയം ശുദ്ധീകരിക്കും. അവരെ പോയി മുന്നിൽ പോയിരുന്നാൽ ശുദ്ധീകരിക്കും. അവരെ മുന്നിൽ പോയിരുന്നാൽ ശുദ്ധീകരിക്കും. ദിക്ർ ചെല്ലലുണ്ട്, ദിക്റിലാകലുണ്ട്. ദിക്ർ ചെല്ലലുണ്ട്, ദിക്റിലാകലുണ്ട്. ചില ആളുകളെ കണ്ടാൽ ദിക്റിലുണ്ടാവും, പിന്നെ സദാസമയം കാണേണ്ടവരെ കണ്ടാൽ ദിക്റിലാവും. മനസ്സിലായില്ല? കാരണം അവരാരായിരിക്കും? ദിക്റിലായിരിക്കും. അപ്പൊ ഇവരിന്ന് ദിക്റുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ദിക്ർ ചൊല്ലലുണ്ട്, ചെല്ലല് മോശമായിട്ടൊന്നുമല്ല. ചില ദിക്റെല്ലും അപ്പൊ തന്നെ ഫിത്തിനുണ്ടാക്കും. ദിക്ർ ഉള്ളിൽ കയറൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ദിക്ർ ചൊല്ലും, പക്ഷെ ദിക്ർ ഉള്ളിൽ പ്രവേശിക്കൂല. നിസ്കരിക്കും, നാട്ടിലെ വലിയ ഫിത്തനോടെ കഴിയുന്നതായിരിക്കും. എന്നാലോ കാണേണ്ട ആളുകൾക്ക് കൽബാണ് വെച്ചു കൊടുത്താൽ കൽബിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. റേഡിയേഷൻ നടക്കും. മനുഷ്യന്മാരെ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നജസിൽ വരേണ്ട ഒരു സാധനമാണല്ലോ. ഓരോ സ്ഥലത്തും എന്തുണ്ട്? രക്തല്ലേ? രക്തം എന്താണ്? ഓരോ സ്ഥലത്തും എന്തില്ലേ? നജസില്ലേ? നജസില്ലല്ലേ നമ്മളെ കളി? ഓരോ ഒന്ന് പറയും മനുഷ്യന്മാരെ, ചോര എന്താ സാധനം? അതാദ്യം സംഭവിക്കുക. ചോര നജസാണോ? ഓരോ സെക്കൻഡ്, ഓരോ പോയിന്റിലേക്കും എന്തിന് ബന്ധമുണ്ട്? ചോരക്ക്. ചോരോട്ടം നിന്നാ മരവിച്ചില്ലേ? ചോരോട്ടം നിന്നാ അറ്റാക്കായി മരിച്ചില്ലേ? അപ്പൊ ഇതിന്റെയൊക്കെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സാധനം ആരാ? രക്തം. രക്തം എന്താ സാധനം? നജസ്. അപ്പൊ നിന്റെ ബേസ്മെന്റ് എന്തിലാണ്? നജസിലാണ്. ഇനി അയിമ 100 കയറ്റണം. നിങ്ങൾ എന്ത് ചെയ്യാ? അതിനൊന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാ. എനിക്ക് തുപ്പണമെന്ന് തോന്നി. ഒരു മജ്‌ലിസിൽ നിന്ന് എണീറ്റ് പോയി തുപ്പ എന്നുള്ളത് ഒരു വിഷമാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ അപ്പുറത്ത് ഇറക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്ത്? ഒരു 4 ടിഷ്യൂ പേപ്പറിന്റെ അടുത്ത് അത് തുപ്പി പൊതിഞ്ഞ്. ഒന്നുമില്ല. മുട്ടായി പൊതിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ല? കാഷ്ടം പൊതിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഒന്ന് പറയും മനുഷ്യ, മുട്ടാതി പൊതിഞ്ഞാലും കാഷ്ടം പൊതിഞ്ഞാലും തുപ്പുനീര് പൊതിഞ്ഞാലും പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെന്നെ പറ? പുറത്തേക്ക് ഒരു അടയാളമില്ല. ഓരോ കീശയിലിട്ട് അതിനുള്ളിൽ എന്താ? കഫം. ഈ എന്താക്കി? പൊതിഞ്ഞ് കീശയിലിട്ട് പരിപാടി പങ്കെടുത്ത് ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? അത് കവർ ചെയ്യപ്പെട്ടു. ഉള്ളിൽ എന്താ സാധനം? നേസ്. നേസ് കഫ നേസല്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? വൃത്തിയേട്. ഞാനൊരു രക്താണെങ്കിലോ നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. പൊതിഞ്ഞ് ഈശയിലിട്ട് രക്തം വന്നു. എവിടുന്നോ ഊനും വന്ന് രക്തം വന്നു. അപ്പൊ ടിഷ്യൂലാക്കി, 2 ടിഷ്യൂ കൂടി മേലെ ആക്കി. എന്നിട്ട് എന്ത് ചെയ്ത്? പൊതിഞ്ഞിട്ട് നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. പരിപാടി ഭംഗിയായി പങ്കെടുത്ത് ഇറങ്ങിപ്പോയില്ല. സംഗതിയൊക്കെ കറിയാതായി. എന്തുകൊണ്ട്? ഇതിനാണ് കവർ ചെയ്തു. മനുഷ്യനെ ജീവിപ്പിക്കുന്ന അടിസ്ഥാന ഘടകം എന്താ? നജസ്. എന്നിട്ട് അതിനാണ് കവർ ചെയ്യും. എന്തുകൊണ്ട്? 100 കൊണ്ട്. ആ 100 ആരാ കൊടുക്ക? സിറാജ് മുനീർ. ഞാൻ 2ാം ക്ലാസ്സൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ശനിയാഴ്ച ക്ലാസ് വെച്ച്. ഞായറാഴ്ച 1ാം ക്ലാസ്സിലെ ക്ലാസ് നടക്കുള്ളൂ. 2ാം ക്ലാസ്സൊക്കെ നിങ്ങളെ കയറ്റാനാണ് ഞാൻ ശനിയാഴ്ച ക്ലാസ് വെച്ചത്. 2ാം ക്ലാസ്സാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. 100 കൊണ്ട് പൊതിഞ്ഞു. എന്തില്? രക്തത്തിനെ 100 കൊണ്ടിട്ട് പൊതിഞ്ഞു. 100 എവിടുന്ന് കിട്ടും? വാങ്ങാൻ കിട്ടൂല. എവിടുന്ന് കിട്ടും? يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. സിറാജ് മുനീർ. 100 കൊടുക്കുന്ന വിളക്ക്. മുനീർ. കൊടുക്കുന്ന ആള് മുഹമ്മദ് ആണെങ്കിൽ വാങ്ങുന്ന ആള് വേണ്ടേ? വാങ്ങുന്ന ആളുണ്ടാകണമെങ്കിൽ ആവശ്യം വേണ്ടേ? മുഅ്മിനീങ്ങൾ ആവശ്യമില്ലാത്തിന് തിരിഞ്ഞിറക്കണവരല്ലേ? അപ്പോൾ ഇവിടെ 100 വാങ്ങണമെങ്കിൽ 100 പേർക്ക് ആവശ്യം വേണ്ടേ? എന്തിനാണ് 100 ആവശ്യം? ബൾബ് എത്തിക്കാനോ? എന്തിനാ അവർക്ക് 100 കവർ ചെയ്യാൻ? നജസിനെ. ഏതാ നജസ്? അതവരെ ഓരോ കുത്തിനും നടക്കുന്നുണ്ട്. എന്ത്? രക്തം. അതിനെ 100 കൊണ്ട് കവർ ചെയ്യണം. ആ 100 കൊടുക്കാനാണ് ആരേൽപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ. ഞാൻ 100 വരുമ്പോ വേറെ പ്രശ്നമുണ്ട്. ചിലതിലേക്ക് 100 കയറ്റാൻ എളുപ്പമുണ്ടാവും, ചിലതിലേക്ക് 100 കയറ്റാൽ പ്രയാസം ഉണ്ടാവും. കരണ്ട് ഇരുമ്പിലേക്ക് കയറ്റാൻ എളുപ്പമാണ്. ഉണങ്ങിയ വിറക് കൊള്ളി കയറ്റാനോ?
കരണ്ട് പവറാണല്ലോ. കരണ്ട് ഇരുമ്പിലേക്ക് കയറ്റൽ ഉപ്പാണ്. തൊട്ട ഫുള്ളാണ് കയറും. വിറക് കൊള്ളിയിലേക്കോ അതിന്റെ ഉള്ളിൽ കൂടി പിന്നെ വയറ് വലിക്കണം. എന്നിട്ടും വയറ് പായസം കൊടുത്ത് മാത്രമേ കരണ്ട് കയറുള്ളൂ. വിറക് കൊള്ളിയാവുമ്പോ ഇരുമ്പിന്റെ ഉള്ളിൽ ഞാൻ വയറ് കയറ്റണ്ട, കണക്ഷൻ കൊടുത്താൽ മതി, തൊട്ടുകൊടുത്താൽ മതി. അഹിൽ ബൈത്ത് അവർക്കൊന്ന് തൊട്ടാ തന്നെ 100 കയറും. ഇനി നെന്നെയും പോലത്തെ വിറകും കൊള്ളിക്ക് കയറൂല. അതുകൊണ്ട് അവരെ കൂട്ടുന്ന കുത്തുമുണ്ടാവുള്ളൂ. അവർക്ക് തൊട്ടാ തന്നെ ഫുള്ള് പാസ്സായി. നിങ്ങളിന്റെ കൂടെ വരുന്നുണ്ടാ? എന്തുകൊണ്ട്? ഇവർക്ക് ഫുള്ളുണ്ട്. ഇവരുടെ ബീജത്തിൽ വരെ നൂറുൽ മുഹമ്മദി ഉണ്ട്. ആ നൂറുൽ മുഹമ്മദിയുടെ മധുബിതാണ് നടക്കുന്നത്. അവിടെയാണ് ജിബ്രീൽ കാവൽ നിൽക്കുന്നത്. എന്റെ പേരിൽ ജിബ്രീൽ കാവൽ നിൽക്കൂല. ഒരു ചവിട്ട് ഏറെ ഇബ്ലീസ് ചവിട്ടുന്നേ ഉള്ളൂ. ചില പുരുഷന്മാരെ മൂത്രക്കൊടിയുടെ ജനനേന്ദ്രിയ കൊടിയിലേക്ക് പിശാച് കയറി കിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തിനെ ജിമാഅ് ചെയ്യാനേ, പെണ്ണിനെ ജിമാഅ് ചെയ്യാൻ വേണ്ടി അവന്റെ ആലത്തിന്റെ മേലെ ഇബ്ലീസ് ചുരുണ്ട് കിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊന്നും ഇവിടെ നടക്കൂല. ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. മൊത്തം പ്രൊട്ടക്ഷൻ എത്ര നിലക്കുണ്ട്? അപ്പകത്ത് വരാൻ പറ്റൂല. ഞാന് 2006 മുതൽ ഈജിപ്തിൽ പോകുന്നുണ്ട്. 2019-13 കൊല്ലം. ഒരു കൊല്ലത്തിൽ എത്രയോട്ട് ഞാൻ ഈജിപ്തിൽ പോയിട്ടും ഇതുവരെ സൂയസ് കനാൽ കണ്ടിട്ടില്ല. 2018 പലവട്ടം പോയിട്ടുണ്ട്. 2017 5 വട്ടം പോയിട്ടുണ്ട്. 2018 3 വട്ടം പോയിട്ടുണ്ട്. ഇതുവരെ സൂയസ് കനാൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? സൂയസ് കനാൽ ഞാൻ കണ്ടിട്ടില്ല. ഒരുത്തൻ ഞാൻ സൂയസ് കനാൽ കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ ഒന്നിരിക്കൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കും. എന്തുകൊണ്ട്? പ്രൊട്ടക്ഷൻ. കാണിച്ചു കൊടുക്കൂല. ആർമി അല്ലാത്ത ഒരാളും കാണൂല. കാരണം ഒരു ദിവസം $1 കോടി വരുമാനം ഈജിപ്തിന്. ഒരു ദിവസം $1 കോടി ഈജിപ്തിന് വരുമാനം. അതുകൊണ്ട് അതിൽ എന്തെങ്കിലും ഒന്ന് നാശം വരുത്തിയാൽ ഈജിപ്തിന്റെ കല്യാണം കഴിയും. ഈജിപ്ത് ആകെ നടന്നു പോണത് സൂയസ് കനാലുണ്ടാ. ഒരു ദിവസം $1 കോടി, ഉറുപ്പില്ല, $1 കോടി ഡോളർ. $1 കോടി ഡോളറാണ്. ആ കാരണം എന്തുകൊണ്ട് നിന്നാല് മെഡിറ്ററേനിയൻ സമുദ്രത്തിന് ചെങ്കടലിലേക്ക് നേരെ അങ്ങോട്ട് പാസ് ചെയ്യാൻ 190 കിലോമീറ്റർ നേരെ പാസ് ചെയ്യാണ്. എന്ത് കപ്പൽ? ഇല്ലെങ്കിൽ അത് പാസ് ചെയ്യാൻ ഒരു സാധാരണ കപ്പലിന് 1-2-3 മണിക്കൂർ മതി. മറ്റത് 3-4 മാസം. പഴയ കാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലോ അല്ലെങ്കിൽ ചെങ്കടലിലോ ഒരു കപ്പല് യൂറോപ്പിൽ നിന്ന് എത്തണമെങ്കിൽ 3-4-5-6 മാസം പായക്കപ്പല് മെഡിറ്ററേനിയനിലൂടെ പോയിട്ട് അറ്റ്ലാന്റിക്കിൽ കടന്ന് ഇങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രം വഴി ഇങ്ങനെ വരണം. ഇത് മണിക്കൂർ മതി. അപ്പൊ ഏത് കപ്പക്കാരും ഇവർക്ക് എന്ത് കൊടുക്കും? നികുതി കൊടുക്കും. കാരണം ഇവർക്ക് എന്താണെങ്കിലും എണ്ണ ലാഭം, സമയ ലാഭം. ആ ഒരു ചരക്ക് അപ്പുറത്ത് എത്തിക്കണമെങ്കിൽ 6 മാസം വേണം. ഇത് മണിക്കൂർ മതി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇങ്ങനെ മുറിച്ചാൽ നമുക്ക് ഈ സ്ഥലം ഈജിപ്തിൻ്റെതാണ്. അപ്പൊ ഏത് രാജ്യക്കാർ ഈജിപ്തിനോട് നല്ലോണം നിൽക്കും. എന്തിന്? എന്റെ കപ്പൽ ഇവിടെ വിടൂലെന്ന കഴിഞ്ഞ് മനസ്സിലായില്ല. എന്റെ കപ്പൽ ഇതിനെ വിടൂലെന്ന് പറഞ്ഞാൽ ആൾക്ക് പിന്നെ ഓർക്ക് ബുദ്ധിമുട്ട്. കാര്യമായി ഇവരുടെയൊക്കെ കാര്യങ്ങൾ എന്താ? ചരക്കുകൾ കൊണ്ടല്ലേ നടന്നു പോണത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ചരക്ക് കപ്പലുകൾ 6 മാസം ചിറ്റന്റെ അടുത്താണ്. 4 മണിക്കൂർ കൊണ്ട് ഈജിപ്ത് കാര്യം നടത്തി കൊടുക്കും. അതുകൊണ്ട് എല്ലാ രാജ്യക്കാർക്കും ശത്രുക്കൾക്കും ഭയങ്കര തന്ത്രപ്രധാനമായി കണ്ണാണ്. എന്തിനെ? സൂയസ് കനാലിനെ. അതുകൊണ്ട് സൂയസ് കനാലിന്റെ ഭാഗത്തേക്ക് ഈജിപ്ത് ആരെയും വിടൂല. വീഡിയോ ചൊല്ലും. സൂയസ് കനാലിന്റെ ഏരിയകളിൽ ഒരാളെ കണ്ട പട്ടാളത്തിന് ചോദ്യമില്ലാതെ വെടിവെക്കാം. മനസ്സിലായില്ല? ചോദ്യമില്ലാതെ വെടിവെക്കാം. ഒരു കര ഏഷ്യയിലാണ്, ഒരു കര ആഫ്രിക്കയിലാണ്. 2 കരയാ. ഏഷ്യയുടെ ആഫ്രിക്കയുടെ നടുവിലാണ് സൂയസ് കനാല്. ഒരു കര ഏഷ്യയിൽ, ഒരു കര ചാലിയാറിന്റെ ഒരു കര മലപ്പുറം ജില്ല, ഒരു കര കോഴിക്കോട് ജില്ല ആയതുപോലെ ഒരു കര ഏഷ്യയാണ്, ഒരു കര ആഫ്രിക്കയാണ്. 2-ന്റെ നടുവിലാണ് ഈ സൂയസ് കനാല്. 10-13 കൊല്ലം പോയിട്ട് ഇന്നുവരെ ഞാൻ സൂയസ് കനാൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? പ്രൊട്ടക്ഷൻ. വണ്ടി ഒരു സ്പീഡ് വർക്കാൻ വരെ പറ്റൂല. അതായത് അതിന് കണക്കിട്ട ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും 2 സ്ഥലത്തുണ്ട് പിന്നെ പോലീസ് ബാരിക്കേഡ്. അതൊന്ന് വിട്ടാ ആട് പോയിക്കൊള്ളണം. അത്ര വലിയ ഭയങ്കര പ്രശ്നമാണ്.
അപ്പൊ എന്തുകൊണ്ട് പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നതുപോലെ ചിന്തിക്കണം. 70,000 മലക്കുകളെ കൂടി പ്രൊട്ടക്ഷൻ നിർത്തി ഒരു ജിബ്രീൽ തന്നെ പോലെ അലൈഹിസ്സലാം ലൂത്ത് നബിയുടെ ജനതയെ ഒരു ചിറകിന്റെ തെല്ലിന്മേൽ അട്ടിമറിച്ച ആളാണ് സയ്യിദ്നാ ജിബ്രീൽ. ആ ജിബ്രീലും മീകായിലും പിന്നെ 70,000 മലക്കും പാറാവാണ് ഈ മണിയർക്ക്. എന്തുകൊണ്ട്? ഇതിൽ കള്ളം കയറാൻ പാടില്ല, ഇതിൽ ഇബ്ലീസിന്റെ ഊത്ത് നടക്കാൻ പാടില്ല. കാരണം ഇത് എന്താണ്? ഇത് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കണം. ഇത് നബിയുടെ മക്കളാണ് ഈ വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഫാത്തിമയുടെ വരുന്നത് എന്റെ മക്കളാണ്. ഭർത്താവ് ആരെന്നെ പറ, ആരെന്നെ? അലി തന്നെ. പക്ഷെ പ്രസവിച്ച മക്കൾ എന്റെ മക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രത്യേകമായ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ മക്കളെന്ന് രേഖപ്പെടുത്തിയത് ഫാത്തിമാന്റെ മക്കളെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ മഹാന്മാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഈ മണിയർക്ക് ഇത്ര വലിയ പ്രത്യേകത, ഈ കല്യാണത്തിന് ഇത്ര വലിയ പ്രത്യേകത, ഈ കുടുംബത്തിന് ഇത്ര വലിയ പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, ആ കുത്താബിങ്ങൾ അവരിൽ നിന്നേ ഉണ്ടാകൂ എന്ന പ്രധാനപ്പെട്ട അഭിപ്രായം. കുത്തുബീങ്ങൾ ചിന്തിക്കണം. വിലായത്തിന് അംഗീകരിക്കുന്നവരോടാണ് കുത്തുബീങ്ങൾ തന്നെ. വിലായത്തിന് അംഗീകരിക്കാത്തൊരു ജനത ഉണ്ട്, അവരോടൊന്നും പറഞ്ഞിട്ടും ഇല്ല. അല്ലാഹു തആല അവരെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവരെ വിലായത്തിന് അംഗീകരിക്കില്ല, അതുകൊണ്ട് അവരെ പറ്റി സംസാരമേ ഇല്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള തൗഫീഖ്. എന്താ തൗഫീഖ്? നോക്ക്. ബഹുമാനപ്പെട്ട വേറൊരു ഹദീസ്, ബഹുമാനപ്പെട്ട ഖത്തീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു താരീഖ് ബഗ്ദാദി രേഖപ്പെടുത്തുന്നു. നേരത്തെ സവാഇഖിൽ നിന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണ് ഞാൻ ഉദ്ധരിച്ചത്. നീ വേറൊന്ന്, കുൻതു അന അബി അൽ അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും എൻ്റെ വാപ്പ അബ്ബാസ് തങ്ങളും ജാലിസൈനി ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഇത് ദഖല അലി ഇബ്നു അബി ത്വാലിബ്. അപ്പൊ അലി ഇങ്ങോട്ട് കയറി വന്നു. മനസ്സിലായില്ല? ഞാൻ ആര് പറയാ? ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ റളിയല്ലാഹു അൻഹു, ഞാനും വാപ്പ അബ്ബാസ് തങ്ങളും കൂടി ഇരിക്കുകയാണ്. ആരടുത്ത്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ നേരത്തിൽ കയറി വന്നു ആര്? അലി റളിയല്ലാഹു അൻഹു. ഫബശബിഹി, അപ്പൊ റസൂലുള്ളാഹിക്ക് വല്ലാത്തൊരു സന്തോഷമായി. എണീറ്റുന്നു. ആര് വന്നപ്പോ? ആര് വന്ന? റസൂലുള്ളാഹി എണീറ്റുന്നു. വഅതനഖഹു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. വഖബ്ബല ബൈന ഐനൈഹി, രണ്ട് കണ്ണിന്റെ ഇടയിൽ ചുംബിക്കുകയും ചെയ്തു. വഅജ്ലസഹു അൻ യമീനിഹി, വലഭാഗത്ത് പിടിച്ച് ഇരുത്തുകയും ചെയ്തു. ആരെ? അലി റളിയല്ലാഹു അൻഹു. ഫഖാല അൽ അബ്ബാസു, അപ്പ എളാപ്പയായ റസൂലുള്ളാഹിന്റെയും എളാപ്പയാണ്, അലി റളിയല്ലാഹു അൻഹു എളാപ്പയാണ്. മനസ്സിലായില്ലേ? എളാപ്പ ചോദിച്ചു നബിയോട്, യാ റസൂലല്ലാഹ് അതുഹിബ്ബു ഹാദാ, ഈ കുട്ടി നിങ്ങൾക്ക് ഇത്ര ഇഷ്ടാണോ? എളാപ്പ ചോദിച്ചു. ആരോട്? പറ, ആരോട്? മുത്ത് മുഹമ്മദ് മുസ്തഫ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, യാ അമ്മി, യാ അമ്മ റസൂലില്ലാഹ്, യാ അമ്മ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ അളാപ്പയായ അബ്ബാസ് തങ്ങളെ, വല്ലാഹി ലല്ലാഹു അശദ്ദു ഹുബ്ബൻ ലഹു മിന്നി, വല്ലാഹി ലല്ലാഹു അശദ്ദു ഹുബ്ബൻ ലഹു മിന്നി, അല്ലാഹു ആണ് സത്യം, എന്നെക്കാൾ അള്ളാഹ്ക്ക് സ്നേഹമാണ്. ലല്ലാഹു അശദ്ദു ലഹു ഹുബ്ബൻ മിന്നി, എന്നെക്കാൾ ഈ വന്നാൽ ആർക്ക് ഇഷ്ടാണ്? അതായത് ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല, എന്നെക്കാൾ അലി ഇഷ്ടാണെന്നല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ആര് ഇഷ്ടപ്പെടുന്നുണ്ട്? അള്ളാഹ് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞാൽ അള്ളാഹ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്, അല്ലാതെ എന്നെക്കാൾ ഇഷ്ടാണെന്നല്ല. ഞാൻ മനസ്സിലായി, ഭാഷ മാറരുത്. എന്നെക്കാൾ ഞാൻ അലിയെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ആർക്കിഷ്ടമുണ്ട്? അള്ളാഹ്ക്ക് അലി ഇഷ്ടം. കാരണം അള്ളാഹ് ഇഷ്ടപ്പെട്ടതല്ലേ ഞാൻ ഇഷ്ടപ്പെടുള്ളൂ, അള്ളാഹിന്റെ കൽപ്പന കൊണ്ടല്ലേ ഞാൻ ഇഷ്ടപ്പെടുള്ളൂ. ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെടണമെങ്കിൽ ആരെ കൽപ്പനയാണ്? അപ്പൊ അള്ളാഹ്ക്കാണ് ആരെക്കാൾ ഇഷ്ടം? ഇന്നെക്കാൾ ഇഷ്ടം. ആദ്യം അള്ളാഹ് ഇഷ്ടപ്പെട്ടാലല്ലേ പിന്നെ ഞാൻ ഇഷ്ടപ്പെടുള്ളൂ. അപ്പൊ ഇന്നെക്കാൾ ഇഷ്ടം ആർക്കാണ്? അള്ളാഹ്ക്കാണ് എന്ന് വ്യക്തം ലളിതമായ വ്യാഖ്യാനമാണ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ജഅല ദുർരിയത കുല്ലി നബിയ്യിൻ ഫീ സുൽബിഹി, ഏതൊരു നബിയുടെയും പരമ്പര നബിയുടെ മുതുകിൽ നിന്നാണ്. വജഅല ദുർരിയതി ഫീ സുൽബി ഹാദാ, എന്റെ പരമ്പര, എന്റെ മക്കൾ ഈ അലിയാരുടെ മുതുകിൽ നിന്നായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ.
ബഹുമാനപ്പെട്ട ഖതീബുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു താരീഖ് ബഗ്ദാദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് തുബ്രി റളിയല്ലാഹു അൻഹു റിയാദുൻ നദറയിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഇദാ കാന യൗമൽ ഖിയാമ ദുഅയന്നാസ് ബിഅസ്മാഇ ഉമ്മഹാതിഹിം. എല്ലാ അന്ത്യനാളായി കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരെയും ഉമ്മയിലെ പേര് ചേർത്തിട്ടാ വിളിക്കുക. സിത്രൻ അലൈഹിം, സിത്രൻ അലൈഹിം, ഒരു സിത്തർ. മനസ്സിലായില്ല? മാഷറിൽ എല്ലാവരെയും എന്ത് പേര് വിളിക്കും? ഉമ്മയിലേക്ക് ഒരു സിത്തർ. നീ ബാപ്പം ഇന്നാളാന്ന് വിചാരിച്ച് മറ്റേതായി പോയ നാശം വേണ്ട. മനസ്സിലാവേണ്ട പറഞ്ഞത് ഒരു സിത്തറായിട്ട്. എന്നാൽ ഇല്ലാഹു ഈ അലിയെയും അലിയന്റെ മക്കളെയും അങ്ങനെയല്ല, നേരിട്ട് തന്നെ അള്ളാഹു വിളിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഖാല റസൂലുള്ളാഹി, തൊബറാനി രേഖപ്പെടുത്തിയ വേറെ ഹദീസ്. ഇന്നല്ലാഹ ജഅല ദുല്ലിയത, തൊബറാനി ജാബിറാണ് ഇവിടെ റിപ്പോർട്ടർ. നേരത്തെ ഇബ്നു അബ്ബാസ് ആണ് റളിയല്ലാഹു അൻഹുമാ. ഇതും തൊബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ ജഅല ദുല്ലിയത കുല്ലി നബിയ്യിൻ ഫീ സുൽബിഹി وأن الله تعالى جعل ذريتي في صلب علي بن أبي طالب. അലിയാന്റെ മുടിയിലാണ് എന്റെ പരമ്പര നിൽക്കുന്നത് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. വേറെയും കാണാം കൻസുൽ അഹ്മാലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഫൈനുൽ ഖദീറിൽ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളെ ഹദീസ് രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്, വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. അവർക്ക് പറ അള്ളാഹു സമയത്തിലെ അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം. ആ കുടുംബത്തിലുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ അത് സാധാരണ മക്കളല്ല. അവരുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നിൽക്കുന്ന ആ പരമ്പര അത് സാധാരണ പരമ്പരയല്ല. അവരോടുള്ള മഹബത്തോ അത് സാധാരണ മഹബത്തല്ല. അവരുടെ പരമ്പര അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സംരക്ഷിച്ചിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇമാം തബറാനി രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഫാത്തിമ, ഫാത്തിമ ബീവിയോട് മുത്ത് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു, ഇന്നല്ലാഹ ഗൈറു മുഅദ്ദിബികി വലാ ഔലാദികി, നിന്നെയും നിന്റെ മക്കളെ അല്ലാഹു ശിക്ഷിക്കൂല ഫാത്തിമ എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അവരെ മൂട്ടുകെട്ടം എന്ന് പറയുന്നത്. അവരുടെ ബാക്കിൽ എന്തുകൊണ്ട് അവരെയോ അവരെ മക്കളെയോ അല്ലാഹു തആല ശിക്ഷിക്കൂല. ആയത്ത് ഞാൻ നാളെ കാണിക്കും. അതിലേക്ക് സൂചിപ്പിക്കുന്ന ആയത്തുകളുണ്ട്, നാളെ ഞാൻ കാണിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവരെ മഹബത്ത് വാജിബായ ചില വിഷയങ്ങൾ നാളെ പറയും, നാളത്തെ ക്ലാസ്സിൽ പറയും. ഒന്നുകൂടെ ആളുകൾ മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ടാണ് നാളെ പറയുമെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, ഇതൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ഒന്നും കൂടി അത് വിശദീകരിക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ ഗൈറു മുഅദ്ദിബികി ഫാത്തിമ, അല്ലാഹു തആല നിന്നെ ശിക്ഷിക്കുകയില്ല. വലാ ഔലാദികി ഗൈറു മുഅദ്ദിബികി വലാ ഔലാദികി, നിന്നെയും നിന്റെ മക്കളെയും അല്ലാഹു ശിക്ഷിക്കുകയില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ. തൊബറാനി തങ്ങളെ ഹദീസ് രേഖപ്പെട്ട റിജാലുഹു സിഖാത്തുൻ, വളരെ ബലപ്പെട്ട രേഖയാണ് ഈ ഹദീസിന്റെ രേഖ എന്ന് ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു. എന്ന് ഇമാം ബസ്സാറും ഇമാം തൊബറാനി രേഖപ്പെട്ട വേറെ ഹദീസും കാണാം. ഇന്ന ഫാത്തിമ അഹ്സാനത്ത് ഫർജഹാ, ഫാത്തിമ പൂർണ്ണയായി പതിവ്രതയായിരുന്നു, സാധാരണ പെണ്ണല്ല. എല്ലാ പെണ്ണും പോലെയല്ല. ഇതിനൊക്കെ വലിയ അർത്ഥമുണ്ട്. നല്ല ഉഷാറിലല്ലേ? അതായത് അതിന്റെ അർത്ഥം ബാക്കിയുള്ള പെണ്ണുങ്ങൾ തോന്നിയാസം ചെയ്യുന്നതാണോ? തോന്നിയാസം ചെയ്യുന്നല്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്ക്, അൽ മർഅത്തു സ്വാലിഹത്തു കൽ ഖുറാബിൽ അസമീന, തവിട്ട് നിറത്തിലുള്ള കാക്കയെ പോലെയാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിന്റെ അർത്ഥം എല്ലാ പെണ്ണുങ്ങളും തോന്നിയാസം ചെയ്യുന്നതാണോ? അങ്ങനെയല്ലല്ലോ. ഈ പറഞ്ഞതിനൊരു ഉള്ളുണ്ട്. എന്ത്? മാനുഷികമായി വരുന്ന ദൗർബല്യ ചിന്തകൾ പോലും ആരിൽ വരൂല? ഫാത്തിമയിൽ വരൂല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. മാനുഷികമായ ദൗർബല്യ ചിന്തകൾ സാധാരണ മനുഷ്യന്മാരിൽ വരും, അമ്പിയാക്കൾ വരൂല. അവർ മാസൂമ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? മാനുഷികമായ ദൗർബല്യ ചിന്തകൾ ആരിൽ വരൂല? അമ്പിയാക്കൾ വരൂല. അമ്പിയാക്കൾ അങ്ങനെ വരാൻ പാടില്ല. ആ ചിന്ത പോലും വരൂല. ചിന്തക്കും ശിക്ഷ ഉണ്ട് എന്ന ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ജനങ്ങൾക്കത് വിഷമായപ്പോൾ അല്ലാഹു തആല അത് മൻസൂഖാക്കിയതാണ് ആയത്ത്.
നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചാൽ നിങ്ങൾക്ക് ഹിസാബ് ഉണ്ടാവും. അപ്പൊ ആ സ്വഹാബികൾ എന്തുകൊണ്ട് മനസ്സിൽ ദൗർബല്യ ചിന്തകൾ വരും, അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അത് അത്രയും വലിയ ആളായാലും ഒഴിവാക്കാൻ കഴിയുള്ളൂ. നബിമാർക്ക് അത് ഒഴിവാക്കാൻ കഴിയും. അത് വരി തന്നെയല്ല. ത്തിൽ നിന്ന് വെളിവാക്കി പറഞ്ഞാലും ഉള്ളിൽ മറച്ചു വെച്ചാലും ആരറിയും? അള്ളാഹ് അറിയും. ആയത്തിറങ്ങിയ ഫശഖത്തിൽ ആയത്തു അലാ സ്വഹാബി റസൂലില്ലാ, ഉള്ളിൽ മറച്ചു വെച്ചാലും അള്ളാഹു തആല അറിയുന്നത്. അതിന് എന്തുണ്ടാവും? യുഹാസിബുക്കും ബിഹില്ലാ, യുഹാസിബുക്കും ബിഹില്ലാ, അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? ഹിസാബ് ഉണ്ടാവും. എന്ന ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നബിയെ അത് നടക്കൂല, ഞങ്ങൾക്കത് നടക്കൂല. അപ്പൊ റസൂൽ ദേഷ്യപ്പെട്ടു. ദേഷ്യപ്പെട്ടത് മുൻഗാമികൾ പറഞ്ഞതുപോലെ പറയല്ലേ, സമിഅനാ വഅസൈനാ, കേട്ടു ഞങ്ങൾ അനുസരിക്കൂല. പണ്ടത്തെ നബിമാരെ ഉമ്മത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയല്ലേ, അത് അനുസരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു അനുസരിക്കാൻ നബിയെ. അപ്പൊ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആയത്താണ് ഏത്? ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലി വഖാലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ വഴിപ്പെടാൻ തയ്യാറാണ്. ഗുഫ്രാനക റബ്ബനാ, പറഞ്ഞു മാപ്പാക്കണം. വഇലൈക്കൽ മസീർ, നിന്നിലേക്ക് തിരിച്ചു വരും. ഭയങ്കര വർത്തനാണ്. മാപ്പാക്കണം. എന്തു മാപ്പാക്കണം? ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിക്കൂല. നേരത്തെ പറഞ്ഞത് പറയാൻ തെറ്റായി പോയി. മനസ്സിലായില്ലേ? സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ, മാപ്പാക്കണം. ഏതിനു മാപ്പാക്കണം? നേരത്തെ ഞങ്ങൾ കേട്ടു, പക്ഷെ ഞങ്ങൾക്കത് അനുസരിക്കാൻ കഴിയില്ല. മനസ്സിന്റെ ഉള്ളിലുള്ള ദൗർബല്യ ചിന്തകളെ ഒഴിവാക്കാൻ കഴിയൂല എന്ന് മാപ്പാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ അത് അവർ പറഞ്ഞു. എന്ത് പറഞ്ഞു? റബ്ബനാ, ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലി വഖാലു സമിഅനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ എന്നവർ പറഞ്ഞപ്പോൾ അല്ലാഹു സമ്മാനം കൊടുത്തു. ഉണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, അല്ലാതെ അല്ലാഹു നിർബന്ധിക്കുകയില്ല. അപ്പൊ വിട്ടു, വിഷയം വിട്ടല്ല. കഴിയുന്ന അല്ലാഹു തആല കഴിയുന്ന അല്ലാതെ നിർബന്ധിക്കൂല. ചില ആളുകൾക്ക് ദൗർബല്യ ചിന്തകൾ വരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പൊ അവർക്ക് അതിന്റെ പേരിൽ എന്തുണ്ടാവില്ല? ശിക്ഷ ഉണ്ടാവില്ല. എങ്ങനെ ആയത്തിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ വഖ്തസ് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തൈനാ, ഞങ്ങൾ പേച്ചാലും മാർക്ക് പിടികൂടരുത്, ഞങ്ങൾ പൊട്ടന്മാരാണ്, ഞങ്ങൾ ചില നേരത്തൊന്നും ലെവൽ കിട്ടൂല. റബ്ബനാ ലാ തുആഖിദ്നാ, ഞങ്ങൾ പിടികൂടരുത്. ഇൻ നസീനാ, ഞങ്ങൾ ചിന്തിക്കാതെ പോകാം, പക്ഷെ അഥവാ ഞങ്ങൾ അറിയാതെ എങ്ങനെ വന്നുപോയാൽ, ഇൻ നസീനാ, ഞങ്ങൾ മറന്നുകൊണ്ട് ദൗർബല്യമായ വാക്കുകൾക്ക് വിഷയം വന്നാൽ, അവ അഖ്തന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേച്ചിട്ട് ഞങ്ങളെ ചിന്തകൾ വന്നാൽ, ഞങ്ങളെ നീ മാപ്പാക്കണം. ലാ തുആഖിദ്നാ ഇൻ നസീനാ, പിന്നെ ഇസ്റാൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലനാ, ഞങ്ങൾക്ക് ചിലത് കഴിയൂല. അപ്പൊ അല്ലാഹു തആല ഈ ആയത്തിലൂടെ നേരത്തുള്ള 284 ആയത്തിൽ വന്ന നിയമം 285, 86 ആയത്തിൽ മൻസൂഖാക്കി. അൽ ബഖറ 286 എന്താണ് ആയത്ത് വന്നത്? പറയേ, എന്തായത്ത് വന്നു? എന്താ നിയമം വന്നത്? മനസ്സിന്റെ ഉള്ളിൽ ദുർബല ചിന്തകൾ വന്നാൽ വരെ പിടികൂടും എന്ന് വന്ന് ഹിസാബ് ഉണ്ടാവും. 85-ലും 86-ലും ആ നിയമത്തെ എന്ത് ചെയ്ത്? ദുർബലപ്പെടുത്തി. അതിനൊരു ആശയം കിട്ടി. എന്ത്? മനുഷ്യന്മാർക്ക് എത്ര ഉന്നതന്മാരാണെങ്കിലും ദുർബലമായ ചിന്തകൾ വരാം. ഇല്ലാ മൻ അസമഹുല്ലാഹ്, അള്ളാഹു പ്രത്യേക കാത്ത ആളുകൾക്കല്ലാതെ. അത് 10 കോടിയിൽ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ, ചിലപ്പോ 1000 കോടിയിൽ ഒരാൾ ഉണ്ടാവുള്ളൂ. അതാണ് ഫാത്തിമ, അതാണ് എന്റെ വേന. അപ്പം ഭയങ്കര ഭർത്താനായി പറഞ്ഞത് നിങ്ങൾ അവിടേക്ക് എത്തിയോ ഇല്ല എനിക്കറിയില്ല. ഉമ്മ ഹറാം ചെയ്തിട്ടില്ല, ഫാത്തിമ ബീവി ചെയ്തിട്ടില്ല, എല്ലാവരും ഒന്നാണോ? എങ്ങനെ ഒന്നല്ല. ദുർബലമായ ചിന്തകൾ ഇവരിലൊക്കെ വന്നിട്ടുണ്ടാകാം. അതും ആർക്കില്ല? ഫാത്തിമക്കില്ല. അത് 1000 കോടി, 10000 കോടി, 10 ലക്ഷം കോടിയിൽ ഒരാൾ ഉണ്ടാവുള്ളൂ. അതാണ് എന്റെ ഫാത്തിമ. അതുകൊണ്ട് ആ ബർക്കത്ത് കുട്ടികൾക്ക് ഉണ്ടാവും, ഒരു നരകത്ത് കിടക്കൂല. പറഞ്ഞത് അതെങ്ങനെ പറഞ്ഞത് മനസ്സിലായോ? ഫർജിനെ സംരക്ഷിച്ച് കാസം ചെയ്യാത്ത പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിൽ 10,000 കണക്കുണ്ട്. ഫാത്തിമ ബീവിയും ഫർജോണ്ട് മോശം ചെയ്തിട്ടില്ല പറഞ്ഞ പോലെ കൊന്ന അതിന്റെ മേന ഈ വിഡ്ഢികൾ പറയുന്നല്ലാതെ എന്താ അതിന്റെ മേന ഒന്നാകും? എങ്ങനെ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഫർജ് കൊണ്ട് ബിൽഫിഇലി ബിൽഖു അങ്ങനെ സംഗതി 2 ഉണ്ട്. അബദ്ധ ചിന്തകൾ പോലും മനുഷ്യന് ഒഴിവാക്കാൻ കഴിയില്ല.
ഇന്ത്യക്ക് അബദ്ധ ചിന്തകള്. അത് സിന മാത്രല്ല ഒരു സെക്കൻഡ് ഒരു അന്യ പുരുഷനെ കണ്ടപ്പോ ഒന്ന് നോക്കുക. അത് സിനയൊന്നുമല്ല, എന്നാ അത് സിനാണ്. സിന ലൈനി ചിലപ്പോ നോക്കിയിട്ടുണ്ടാവില്ല. നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച്. മനസ്സിലായില്ല? നോക്കിയിട്ടുണ്ടാവില്ല, നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച്. എന്നാലും ഭയങ്കര മാതിയായിരിക്കും. ആരാന്റെ പുരുഷൻ എങ്ങനെ ഉണ്ടാവും എന്നൊരു സെക്കൻഡ് വന്നുപോയി. അതുമാരില്ല ഫാത്തിമ 100 കോടി 1000 കോടി 10,000 കോടി പെണ്ണുങ്ങൾ ഫാത്തിമനെ പോലെ ഉണ്ടാവില്ല. അതാ ഫാത്തിമ. അല്ലാതെ ഫർജോന്റെ ആറാമ ചെയ്യാത്ത പെണ്ണുങ്ങൾ നമ്മളെ ഇന്നത്തെ കോഴിക്കോട്ടങ്ങാടിയിൽ 1000 കണക്കിനില്ലേ. ഫാത്തിമ ബി ചെയ്തിട്ടില്ല. അന്തമാണ് ഞങ്ങായി ബുദ്ധി. അതിനെ മാനേജ് ചേർക്കാം കുറച്ച് ആളുകൾ. ഫാത്തിമ ബി ഫർജോന്റെ ആറാമ ചെയ്തിട്ടില്ല എന്നിട്ട് ഓനെന്നെ ഡൗട്ടാക്കുക. അവന്റെ മക്കളെന്നാവണ. അതല്ല ഫാത്തിമയിൽ ദുർബലമായ ചിന്ത പോലും വരൂല. ഏത് ദുർബലം? സിനയൊന്നുമല്ല. ചിന്തയുടെ നേരിയ രോമത്തിന്റെ കൊടിയുടെ അളവിൽ പോലും ഒരു ജല്ലത്ത് ചിന്തയിൽ പോലും ആർക്ക് വരൂല. ഫാത്തിമാന്റെ ഉപ്പാക്കും വരൂലല്ലോ. ഫാത്തിമാന്റെ ഉപ്പാന് അള്ളാഹ് അങ്ങനെ സംരക്ഷിച്ചല്ലോ. അലം നശ്റഹ് പറ ലക സദറക വവളഅന അൻക ബിസ്റകല്ലദി അൻഖല ളുഹ്റക. മനസ്സിലായില്ലേ? ആരിലും വരുന്ന ചിന്ത അവർക്ക് വരൂല. അതിന്റെ നൂറാണ് ആര് വഹിക്കണത്? ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമാന്റെ കുട്ടിയൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. മനസ്സിലായല്ലോ? നീർക്കേളിന്റെ കുട്ടിക്ക് നീന്തകം പഠിപ്പിക്കേണ്ടതില്ലല്ലോ. വെള്ളത്തിലിട്ട തന്നെ നീന്തും. ആര്? നീർക്കോലിന്റെ കുട്ടിയെ വെള്ളത്തിലിട്ട നീന്തും. എന്റെ കുട്ടിയെ വെള്ളത്തിലിട്ട ചാവും. ോ നീന്തം പഠിച്ചാലും ചാവും. നീർക്കോലിയോ കരിയുന്നയാവുള്ളൂ, വെള്ളത്തിന് ആവൂല. എന്റെ കുട്ടിയോ ലോക നീന്തൽ മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയാലും ആരാവും. നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ നടത്തിയ സാഹിബിന്റെതാണ് മക്ബറയാണ്. നിലമ്പൂരിലെ കാട്ടിലെ ഏറ്റവും വലിയ മക്ബറ നെടുങ്കയറ്റ. അയാളായ ഭയങ്കര ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മുങ്ങൽ വിദഗ്ധൻ. നിലമ്പൂർ തേക്ക് പ്ലാന്റേഷൻ നടത്തിയ ഒരു സാഹിബുണ്ട്. അയാളാണ് നെടുങ്കയ ഒരു ടൂറിസ്റ്റ് കേന്ദ്ര. ആനപ്പന്തി ഒക്കെ അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? കേരളത്തിൽ തേക്കടി കഴിഞ്ഞാൽ പിന്നെ ആന എന്നെ മരിക്കുന്ന സ്ഥലമാണത്. അവിടുന്ന് ആണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ എനിക്ക് നിങ്ങളെ ലെവലാക്കാൻ കഴിയുന്നത്. കാരണം ആന മരിക്കുമ്പോൾ അടുത്ത പണിയാണ് നിങ്ങളെ മരിക്കി കിട്ടാന്നുള്ളത്. ഈ തേക്ക് പ്ലാന്റേഷൻ നടത്തിയ ഈ സായിപ്പിന്റെ സ്വഭാവം എന്താ? നിലമ്പൂരിൽ നെടുങ്കയത്തിൽ വെള്ളം നിങ്ങൾ എപ്പോഴെങ്കിലും ഒഴിഞ്ഞൊന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഭയങ്കര. അതായത് 8ഉം 10ഉം നെടുങ്കയന്റെ നാടാണ്. നെടുങ്കയൻ ആ പേര്. 8-10 ആൾക്ക് ആഴുണ്ടാവും. പക്ഷെ ഇങ്ങനെ കാണും, തൊട്ടടുത്ത് കാണും. എന്ത് അത്ര നല്ല ശുദ്ധം എന്ന് പറഞ്ഞാല് ശുദ്ധം, ഭയങ്കര ശുദ്ധവെള്ള. അതായത് ഇങ്ങനെ നിൽക്കും. 10 ആഴൊക്കെ ഉണ്ടാവില്ല ഇവിടെ. പക്ഷെ ഇങ്ങനെ തൊട്ട് മുന്നിൽ വെള്ളത്തിന്റെ മുകളിൽ നിന്നാൽ തൊട്ട് മുന്നിൽ മണൽപ്പരപ്പ് ഇങ്ങനെ കാണും. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ഇയാൾ സ്വർണ്ണമോതിരം ഇങ്ങനെ മുടിച്ചിട്ട് മേലക്കിടും. അത് ഇയാൾ നീന്തുന്നതും മുങ്ങുന്നതും കാണാൻ വേണ്ടി അക്കാലത്ത് ആളുകൾ വന്ന് നിൽക്കും അത്രേ. എന്നിട്ട് എന്ത് ചെയ്യാ? സ്വർണ്ണമോതിരം മുടിച്ചിട്ട് മേലക്കിടുക. എന്നിട്ട് എന്ത് ചെയ്യാ? നേരെ എന്ത് ചെയ്യാ? കൈ രണ്ടും ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അടി പോയിട്ട് വായോണ്ട് ഈ സ്വർണ്ണമോതിരം കടിച്ചു പിടിച്ച് മേലക്ക് മറ്റേ തിമിങ്ങരം പൊങ്ങണമായി പൊങ്ങി വരിക. അവസാനം പൊങ്ങിയില്ല. ഒരു ദിവസം പൊങ്ങിയില്ല. അന്ന് മൂപ്പരവിടെ കുഴിച്ചിട്ടാണ്. ഈ പൊങ്ങാതൊക്കെ ആർക്കും ഉണ്ടാവില്ല, നീർക്കോലിന്റെ കുട്ടിക്ക് ഉണ്ടാവില്ല. കാരണം നീർക്കോലിന്റെ കുട്ടി പഠിച്ചതല്ല. മനസ്സിലായി? അതങ്ങനെയാണ്. അത് വെള്ളത്തിനെ ജീവിക്കുള്ളൂ. കരയിലാണ് പിന്നെ അതിന് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞതുപോലെ ഫാത്തിമാന്റെ മക്കളിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ പോലും അവർക്ക് നന്നാകാൻ എളുപ്പമാണ്. നിനക്ക് നന്നാകാനുള്ള പ്രയാസമാണ്. കാരണം ഈ നന്നാകാത്തവനെ നന്നാക്കിയതാ. മറ്റൊരു നന്നാകണവരെ ആരോ ലേശം നാശാക്കിയതാ. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. അവരിൽ ആരെങ്കിലും നാശാകാൻ പുറപ്പെട്ടാൽ തന്നെ എന്നെ പോലെയല്ല. അവർ നന്നാകാൻ എളുപ്പ. കാരണം അവരെ അസിലും നന്നാകലിലേക്കാ. എന്റെ അസിലോ നാശാകലിലേക്കാ. അവരെ വല്യമാനെ ഒരു കുഫർ തൊട്ടിട്ടില്ല. ഷിർക്കിന് സുജൂദ് ചെയ്ത ഒരാൾ ഉണ്ടായിട്ടില്ല. അവരെ വല്യാപ്പ അലി ബിൻ അബി ത്വാലിബിനെ കഅബന്റെ ഉള്ളിലാ പെറ്റത്. അതിന്റെ അങ്ങനെ എന്റെ വേറെ ഒരു സ്ഥലല്ലേനു. ഇത്ര ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിട്ട് എന്താ മരുഭൂമി ഉണ്ടായിട്ട് ഇങ്ങനെ അവിടെ തന്നെ ഉണേ പ്രസവിച്ചത്? അതെന്റെ അലി ബിൻ അബി ത്വാലിബിനെ അവിടെ തന്നെ പ്രസവിച്ചത്. കഅബയുടെ ഉള്ളിൽ പ്രസവിച്ചത് എന്റെ അലി ആരെ പ്രസവിച്ചത് എവിടെയാ?
ഫാത്തിമ ബിൻത് അസദാണ് അവരെ ഉമ്മ പ്രസവിച്ചത് എവിടെയാ? കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രസവിച്ചുണ്ട്. ഉള്ളിൽ പ്രസവിക്കാൻ സമ്മതിക്കുന്നതൊക്കെ അള്ളാഹു തആലക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അബൂ താലിബ് അള്ളാന്റെ കണ്ണ് വെച്ചിട്ടിച്ച് അവിടെ കൊണ്ടുപോയി. അങ്ങനെയാണോ? മനസ്സിലായില്ല. അള്ളാന്റെ കണ്ണ് വെട്ടിച്ചിട്ട് അബൂ താലിബ് കൊണ്ടുപോയിട്ട് ആരും അള്ള പോലും കാണാതെ കഅബന്റെ ഉള്ളിലാക്കിയെന്നാണോ പറയുകയാണോ? അല്ലല്ലോ. അള്ളാന്റെ നിശ്ചയത്തിന്റെ ഉള്ളിൽ ആരെ പ്രസവിക്കണം എന്നാണ്. എന്ത് അലിയാര്? ഇനി ഈ കഅബയെ സംരക്ഷിക്കേണ്ടവരുടെ ബാപ്പയാണ് ആര്? അലി. കഅബ എന്താ? അത് ഹുദയാണ്. മനസ്സിലായില്ല. ഇന്ന അവ്വല ബൈത്തി ഉളിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ. ഖിയാമത്ത് നാൾ വരെയുള്ള ഹിദായത്താണ് എന്ത്? കഅബ. അത് വിതരണം ചെയ്യുന്ന അതിന്റെ വിതരണക്കാരാണ് ആര്? അലിയാരെ മക്കള്. അപ്പൊ അലി അവിടെ പ്രസവിച്ചു. എവിടെ? കഅബയില്. മുത്തുനബി പ്രസവിച്ചുകൂടായിരുന്നോ? മുത്തുനബി കഅബയിൽ പ്രസവിക്കേണ്ട ആവശ്യമില്ല. കഅബയിൽ പ്രസവിക്കൊണ്ട് ശറഫെടുക്കേണ്ട ആളല്ല മുഹമ്മദ് മുസ്തഫ. അതിനേക്കാൾ വലിയ ആളാണ്. അന്തമാണോ? നീ നാളെ വേറെ അന്തം ചോദിക്കും, നബിയല്ലേ അവിടെ പ്രസവിക്കണ്ട്? നബി കഅബയേക്കാൾ വലിയ ആളാണോ? അത് പഠിച്ചമ്പുരറ്റരണം. ചിന്തിക്ക്. എന്റെ മുസ്തഫ നബി റമളാനിൽ പ്രസവിക്കാഞ്ഞു. റമളാനിൽ പ്രസവിച്ചാൽ റമളാൻ കൊണ്ട് നബിക്ക് ശറഫുണ്ടായി എന്ന് പലരും പറഞ്ഞുണ്ടാക്കും എന്നതുകൊണ്ട് റബീഉൽ അവ്വലോ നബിയെ കൊണ്ട് റബീഉൽ അവ്വൽ ശറഫുണ്ടായി എന്ന് പറയുള്ളൂ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഹജ്ജ് മാസത്തിൽ നബിയെ പ്രസവിച്ചാൽ ഹജ്ജ് മാസം കൊണ്ട് നബിക്ക് ശറഫുണ്ടായി എന്ന് പറയും. റബീഉൽ അവ്വലോ എവിടെ നോടാത്തതാണ്. നബിയെ കൊണ്ട് റബീഉൽ അവ്വൽ ശറഫുണ്ടായി. അതുകൊണ്ട് ഇവിടെ അന്തം മുട്ടർക്ക് എന്ത് മനസ്സിലാവണില്ല? റബീഉൽ അവ്വലിലെ ശറഫ് മനസ്സിലാവില്ല. റബീഉൽ അവ്വലിൽ ശറഫില്ല, നബിയെ കൊണ്ടുണ്ടായതാണ്. വഹാബിക്ക് അന്തം കയറാത്ത ഇന്റെ തെറ്റല്ല. ദുൽഹജ്ജിൽ നബിയെ പ്രസവിക്കാൻ പാടില്ല. കാരണം ദുൽഹജ്ജ് കൊണ്ട് നബിക്ക് ശറഫുണ്ട് പറയും. റമളാനിൽ നബിയെ പ്രസവിക്കാൻ പാടില്ല. ഇവിടെ കുറച്ച് പോണ്ടായാളുണ്ട്, അവർക്ക് റമളാന്റെയും ദുൽഹജ്ജിന്റെയും മുത്ത് മുഹമ്മദ് മുസ്തഫ തർക്കത്തിലെ മക്കയിൽ വഫാത്താക്കാൻ പാടില്ല. എന്ത്? മക്ക കൊണ്ട് നബിക്ക് ശറഫുണ്ടായി എന്ന് പറയും. മക്കയിൽ നബി പോയതാണ്. മക്കന്റെ ശറഫ മുഹമ്മദ് മുസ്തഫ മദീനയെ അരക്കായി കൊറ്റാത്ത നാടായിരുന്നു. എന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ നാടായി ആരെ കൊണ്ട്? നബിയെ കൊണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ നടുവിൽ മുത്തുനബിയെ പ്രസവിച്ചാല് കുറെ അന്തം മുട്ടോല് പറയും അതുകൊണ്ട് നബിക്ക് ശറഫാണ്. മദീനയിലേക്ക് നബി പോയാൽ മദീനക്ക് നബിയെ കൊണ്ട് ശറഫുണ്ടാവാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് കഅബയിൽ നബിയെ പ്രസവിച്ചില്ല? പറ്റൂല. എന്തുകൊണ്ട്? കഅബയിൽ നബിക്ക് ശറഫെടുക്കാനില്ല. നബിക്ക് കഅബക്ക് നബിയെ കൊണ്ടേ ഉള്ളൂ. കാരണം അഷ്റഫുൽ ഖൽഖ് കഅബ അല്ല. അഷ്റഫുൽ ഖൽഖ് ആരാണ്? ആരാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. പിന്നെ അലിയോ? അലി എന്ന് പറഞ്ഞാൽ അതൊരു ഇശാറത്താണ്. ഖിയാമത്ത് നാൾ വരെ ഹിദായത്ത് ഈ കുട്ടീന്റെ മുതുകിലൂടെ വരും. സർട്ടിഫിക്കറ്റ് നബിയാണ് കൊടുത്ത്. അലിയാണ് പിതാവെങ്കിലും യഥാർത്ഥത്തിൽ എന്റെ നൂറ് പാസ് ചെയ്തതാണ്. എന്റെ നൂറ് എങ്ങനെ പാസ് ചെയ്യുക? ഞാൻ വേറെ ഹദീസ് പറയാ. അനവ അലിമിൻ നൂരിൻ വാഹിദിൻ. ഞാനും അലിയും ഒരു പ്രകാശമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അനവ അലിമിൻ ശജറത്തിൻ വാഹിദ. ഞാനും അലിയാൽ ഒരു മരത്തിനാണ്. നിഷേധിക്ക് വഹാബി. ഇങ്ങനത്തെ ഹദീസ് ശിയാക്കളെ ഹദീസാണോ പറയാൻ? നാളെ പറ. ഞാനും അലിയും ഒരു മരത്തിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ റസൂലുള്ളാഹിന്റെ മക്കളെ ബാപ്പയാകൽ അലിക്ക് ഉപ്പാണ്. കാരണം രണ്ടാളും ഒരു മരാണ്, ഒരു പ്രകാശമാണ്. ഉസ്മാനോ അല്ല, മഹാനല്ലേ? തീർച്ചയായും മഹാനാണ്. പക്ഷെ നബിയുടെ മരവും ഉസ്മാന്റെ മരവും വേറെ വേറെയാണ്. അബൂബക്കർ സിദ്ദീഖ് അതിനേക്കാൾ മഹാനാണ്. പക്ഷെ രണ്ടാളും ഒരു മരമല്ല, ഒരു പ്രകാശമല്ല. അതുകൊണ്ട് ഈ നൂറുൽ അൻവാറായ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരമക്കളെ ബാപ്പയാകേണ്ട ആരെന്നെയാണ്? അലിയാര് തന്നെയാണ്. അതിന്റെ ആ രണ്ട് ഭാര്യയും ഭർത്താവും വീട്ടിൽ കൂടിയാല് അത് ലോകത്തിന്റെ മധുവിധുവാണ്. അത് മോമിനികളെ ജിമാണ്. അത് മോമിനികളെ ഒരുമിച്ച് കൂടലാണ്. അർവാഹൊക്കെ സന്തോഷിക്കും. ആലമുൽ അർവാഹിൽ ഈ മോമിനാണെങ്കിൽ അന്ന് നിനക്കൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ നിനക്കറിയില്ലെങ്കിലും അറിയേണ്ടവർക്കറിയും. ഇവിടെ ഭൂമിയില് അലിയും ഫാത്തിമ റളിയല്ലാഹു അൻഹുമ അവരുമായ മധുവിധി നടന്നപ്പോൾ ആലമുൽ അർവാഹിൽ പോലും മലക്കുകൾക്കോടും സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോമിനിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. കാരണം മലക്കളെക്കാൾ വലിയ സുറൂർ ആർക്കുണ്ടല്ലോ? മോമിനികൾക്കില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ് പറഞ്ഞു.